ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ മ്യൂണിക്കിലാണ്. മ്യൂണിക്കിൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ പോണേ? നമ്മള് BMW മ്യൂസിയം, ജർമ്മൻകാരുടെ BMW മ്യൂസിയം. നമ്മുടെ നാട്ടിൽ BMW എന്ന് പറയും. BMW മ്യൂസിയത്തിൽ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഭയങ്കര സ്ലോ ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിക്കാം. സ്ലോ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇന്ന് മ്യൂണിക്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള സ്നോഫോൾ ആണെന്ന് അലേർട്ടൊക്കെ ഉണ്ട്. നല്ല സ്നോ ഉണ്ട്, പക്ഷെ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഇതിപ്പോ നമ്മള് പോണ വഴിയാണ്. അത് കണ്ടോ, ട്രെയിനില് ഫുള്ള് വൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ ജർമ്മനിയിലുള്ള ട്രെയിൻ. ഇത് ആറിയാണോ എസ് ബാൻ ട്രെയിൻ. നമുക്കിങ്ങനെ ഇരുന്ന് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാം അല്ലേ? സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ടൊക്കെ പോവാം. ഇതാണ് മാധവ് എന്താണ് പറയാനുള്ളത്? മാധവ് ഇൻട്രോവേർട്ടായി. ഇത് ആശിഷ്, ഇത് അലിൻ. ശർമാജിനെ നിങ്ങൾക്ക് അറിയാലോ, പുരുഷനെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് താമര നമ്മുടെ വീഡിയോഗ്രാഫറാണ്. താമര വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ. ഇന്ന് ഭയങ്കര തിരക്ക് കുറവാണ്. ഇന്ന് സൺഡേ ആണ്. പോണ വഴിക്ക് നമ്മുടെ അലിനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ ഇല്ലയോ? നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കളി കാണാൻ പോകുന്നത് കൊച്ചിയിൽ എല്ലാ കളിയും തോക്കാറുണ്ടായി. പക്ഷെ നമ്മളിപ്പോ ഓൺലൈൻ കണ്ടു നോക്കാം എന്താണ്. അല്ല, നമ്മൾ കാണാൻ പോകുന്ന കളി തോറ്റിട്ടില്ല. കളി തോറ്റിട്ടുണ്ട്. ഇവന്റെ തോക്കുമോ ജയിക്കുമോ നമുക്ക് നോക്കാം. സ്റ്റിക്കർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ നോക്കുമ്പോ TV കണ്ടു ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 റെക്കോർഡ് കിട്ടിയെങ്കിലും നമ്മൾ ജയിച്ചു. ഊബാസിലെത്തി നമ്മൾ മ്യൂണിക്കിൽ നിന്ന് നമ്മൾ ഊബാങ്കരയാണ് ഇവിടെ എത്തിക്കുന്നത്. നമ്മളിനി BMW, അതായത് ജർമ്മൻകാരുടെ BMW മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് ഇനി ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാണാം. നമ്മളങ്ങനെ മ്യൂസിയത്തിലെത്തി. ഇപ്പൊ സമയം 5:30 ആയിട്ടുള്ളൂ, പക്ഷെ ഇരുട്ടായി. അപ്പൊ ഇതാണ് BMW ഒരു മെയിൻ ഓഫീസ്. ആൻഡ് നമ്മൾ മ്യൂസിയം ഈ സൈഡിലാണ്. BMW മ്യൂസിയം. കാണാൻ നല്ല ലൈറ്റിങ്ങും എല്ലാം ആയിട്ട് സെറ്റാണ്. ഒരു പ്രത്യേക തരം ഷേപ്പൊക്കെയാണ്. എന്താ ഷേപ്പാണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ എന്തോ ഒരു ഷേപ്പാണ്. ഇവിടെ നമ്മള് അവനെ കൂട്ടാണ്ട. മ്യൂണിക്കിലെ എവിടെ പോകണ്ടെന്ന് പോലും അറിയാത്തവനാണ്. അല്ല, ഇത് BMW വേൾഡ് ആണ്. നമുക്ക് മ്യൂസിയം അപ്പുറത്തെ സൈഡിലേക്കാണ് എൻട്രൻസ്. ഇത് BMW വെൽറ്റ് എന്ന് വെച്ചാൽ വേൾഡ് എന്നാണ് ജർമ്മനിൽ. ഇത് BMW വേൾഡ് ആണ്. അത് ഞാൻ ബ്ലോഗിൽ പറഞ്ഞു. നമ്മളത് BMW വേൾഡ് എന്തോ ആയിരുന്നു. നമ്മളിപ്പോ മ്യൂസിയത്തിൽ കയറാണ്. 5:30 ക്ലോസ് ചെയ്യും മ്യൂസിയം. നമ്മള് മീൻസ് 5:30 വരെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇപ്പൊ അതിന് മുമ്പ് കയറണം. ഇപ്പൊ 5:10 ആയി. BMW മ്യൂസിയത്തിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കേശപ്പയോടെ നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ എന്താന്ന് വെച്ചാല് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഗെയിമില് അവര് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു BMW എഡിഷൻ ഉണ്ട്. അതിന്റെ കാർ ഇപ്പോ കുറച്ച് നാളത്തേക്ക് ഇവർ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കാരണം അത് ലൈക്ക് 1 പീസേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഗെയിമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കാറാണത്. എല്ലാവർക്കും ആ കാർ അറിയാം. അവര് കാർ നമ്മൾ കാണിച്ചു തരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. കാരണം അത് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉള്ളൂ. നമ്മള് ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളിതിൽ കയറുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് എടുക്കാനുണ്ട്. എത്രയാണ് ഒരാൾക്ക്? 8 യൂറോ. ഒരാൾക്ക് 8 കയറി ഇതിന്റെ ഉള്ളില് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കാണ്. എല്ലാം കാണിച്ചില്ലേ? ഇവിടെ ഇൻഫോർമേഷൻ സെന്റർ ഇവിടെ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവരിത് ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചടാ.
€8 ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം നാട്ടിലൊരു 700 രൂപ ഇതാണ്. പക്ഷെ എന്തായാലും ആ റേറ്റ് കാണും. ഇതാണ് ടിക്കറ്റ്. ആ വണ്ടി കാണണമല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് എന്തായാലും പൈസ കൊടുക്കണം. എല്ലാവർക്കും എൻട്രി ടിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. വണ്ടിയാണ് ഇതാ, ചുവപ്പ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് BMW ഉണ്ടാക്കിയേക്കുന്ന ഫസ്റ്റ് കാർ. ഫസ്റ്റ് മോഡൽ ഇതാണ്. ഓസ്ട്രിയയിൽ അങ്ങനെ എന്തോ സ്ഥലത്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഫസ്റ്റ് കാർ ബിൽഡ് ചെയ്തേക്കുന്നത് എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് കാർ കൊടുത്തത്. അതെ, ബാക്കി കൂടുതൽ കാഴ്ച നമുക്ക് ബാക്കി കാണാം. ഇതാ ഒരു പഴയ മോഡൽ ബൈക്ക് BMW-ന്റെ. ഗൈസ്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് BMW ഉണ്ടാക്കിയേക്കുന്ന ബൈക്ക്. ഒരു റേസിംഗ് ബൈക്ക് മോഡലാണ്. ഇത് അവർ 1920s ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ള റേസിംഗ് ബൈക്കാണ്. അതെ, നോർമൽ റേസിംഗ് ബൈക്കിന്റെ ലുക്ക് അല്ലെങ്കിലും പണ്ടത്തെ ലുക്ക് 2020. അപ്പൊ നിയർലി ഇപ്പൊ ഒരു 100 ഇയേഴ്സ്. ഇവിടെ ഇങ്ങനെ കുറെ ബൈക്സിന്റെ മോഡൽസ് വെച്ചിട്ടുണ്ട്, പല ടൈപ്പ്. ഇതൊക്കെ നമ്മൾ താഴെ എത്തുമ്പോൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്പീഡിൽ മറ്റേ കിട്ടാൻ മതി കേട്ടോ. താഴെയും കുറെ മോഡൽസ് ഉണ്ട്. ഒരു പോലീസ് BMW പോലീസ് പഴയ പോലീസുകാരുടെ വണ്ടിയാണിത്. പിന്നെ ആരും കാണാത്തൊരു സാധനമാണ് ഗൈസ്, ഫ്ലൈറ്റിന്റെ എഞ്ചിൻ. എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ. 1944 ഒരു ഇയറും ഉണ്ട് ഇവിടെ, നെയിമും ഉണ്ട്. 1926 പറത്തേക്കുന്നതാണ് ഇത്. അത് ഒരു ടൈപ്പ് ഓഫ് അതിന്റെ ഒരു മോഡലാണ്. 5 സീരീസിന്റെ പല വേർഷൻ, പല മീൻസ് 1972, 1981, 1981 തൊട്ട് അവരെ അതിന്റെ മോഡൽ മാറി. ഇത് 87 തൊട്ട് 96 വരെ ഇതായിരുന്നു മോഡല്. 1960 പല മീൻസ് ഓരോ കുറച്ച് കൊല്ലം കൂടുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ലൈക്ക് BMW 5 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW-ന്റെ ഒരു മിഡ് സെഗ്മെന്റ് സെഡാൻ പ്ലാറ്റ്ഫോം കാറാണ്. അവർക്ക് ഓവർ ദ ജനറേഷൻസ് ഒരു നമ്പർ ഓഫ് വേരിയേഷൻസ് 5 സീരീസിന് വന്നിട്ടുണ്ട്. അതൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് BMW മ്യൂസിയത്തിൻ്റെത്. അപ്പോൾ ലേറ്റസ്റ്റ് G60-ലാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് F10 ജനറേഷനാണ്. പഴയതിലേക്ക് വരുവാണെങ്കിൽ E60. പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ, അതായത് 2023 എഡിഷൻ 5 സീരീസ് BMW 5 സീരീസ്. ഗൈസ്, അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി വന്ന കാർ, അതായത് മോസ്റ്റ് വാണ്ടഡ് NFS ഗെയിമിലെ BMW. ഗൈസ്, യു ക്യാൻ സീ ദിസ് കാർ നൗ. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മൾ കാണാൻ വന്ന വണ്ടി. ഗൈസ്, അപ്പൊ ഈ വണ്ടി കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കണം ഗൈസ്. മോസ്റ്റ് വാണ്ടഡ് കളിച്ച ആർക്കും ഈ വണ്ടി കണ്ടാൽ മനസ്സിലാവും. അതെനിക്ക് തോന്നണില്ല. അത് റോഡ് റാഷ് ആയിരിക്കും കളിച്ചത്. ഞാൻ കളിച്ചത് മോസ്റ്റ് വാണ്ടഡ്. ഇവള് മറ്റേ ഫോണിലെ മറ്റേ ഗെയിമിലാണ്. അതായിരിക്കും മറ്റേ പാമ്പിന്റെ. അത് തന്നെ. നമ്മള് കളിച്ച മോസ്റ്റ് വാണ്ടഡിലെ വണ്ടി ഇതാണ്. നമുക്കിപ്പോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ, സൈഡ് വ്യൂ.
ഇതിന്റെ ബാക്ക് എന്നുള്ള വ്യൂ ഇതാണ്. നോക്കുക നെക്സ്റ്റ് ഫ്യൂച്ചർ കഫേ. ഇവിടെ ഇപ്പോൾ നമുക്ക് പൊരിശു ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങി തരുന്നതാണ്. അല്ല, ഇതെന്താ റോബോട്ട് കഫേ ആണിത്. ഇവിടെ മനുഷ്യരല്ല, റോബോട്ടാണ്. ലക്ഷ്മിക്ക് എന്താ വേണ്ടത്? ഇത് നമുക്ക് ഇത് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വലുതല്ലേ. ഫോർമുല 1 റേസിംഗിൽ ഉപയോഗിക്കുന്നത് വലുതാണല്ലേ. നമ്മൾ ഫോർമുല 1 ഒക്കെ അവർക്ക് കണ്ടറിയാൻ പറ്റും ആക്ച്വലി ഈ കാർസ്. അപ്പൊ നമ്മളൊക്കെ ഇത്രയും വലിപ്പമുണ്ട് കഴിച്ചില്ല, ബട്ട് നല്ല വലിപ്പമുണ്ട് കാരണം നോർമൽ കാറിനേക്കും പിന്നെയും കൂടുതൽ വലിപ്പമുണ്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയൊക്കെയാണ്. നമ്മൾ പറഞ്ഞത് ഡോണർ ആണ്, ഡോണർ ടെല്ലർ. അതാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. Yogurt. Buy this. Soy sauce. Yeah. Glaze. നമ്മുടെ ഡോണർ ടെല്ലർ നമ്മൾ രണ്ടുപേരും വെച്ചാണ് ഷെയർ ചെയ്യുന്ന. ഇതാണ് നമ്മുടെ ഐറ്റം, ഗനപ്പിനോസ്, സാലഡും ചിക്കൻ വിത്ത് റൈസ് ഉണ്ട്. നമ്മൾ അപ്പോ BMW മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മ്യൂൻസൻ ഹോം ബാനോഫിലേക്ക് എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകും ഹോമിലേക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ കാർ കണ്ടു, കുറെ ടൈപ്പ് ഓഫ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൈക്ക്, കാർ എല്ലാം ഉണ്ടായി. പല ടൈപ്പ് ഓഫ് എഞ്ചിൻ. ഫ്യൂച്ചറില് ഞങ്ങൾ എല്ലാവരും അത് വാങ്ങിക്കുന്നതാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കുമായിരിക്കും. വാങ്ങിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും പറ്റട്ടെ. നമുക്ക്